ഈ വീഡിയോയിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ നേച്ചറാണ് പെർവാസീവ് ഫോഴ്സ്. HR എന്ന് പറയുന്നത് ഒരു സർവ്വവ്യാപിയാണ്. അത് ഒരു ഓർഗനൈസേഷനിൽ മാത്രമല്ല, എല്ലാ എൻ്റർപ്രൈസുകളിലും HR ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും, അതായത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, അങ്ങനെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും ഈ HR ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പോയിൻ്റാണ് ആക്ഷൻ ഓറിയൻറ്റഡ്. HR എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് കീപ്പിങ്ങോ അല്ലെങ്കിൽ റൈറ്റിംഗ് പ്രൊസീജിയറോ അങ്ങനെയൊന്നുമല്ല, അത് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. HR പ്രവർത്തിക്കാനുള്ളതാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് ഇൻഡിവിജ്വലി ഓറിയൻറ്റഡ്. HR എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷന് അവരുടെ ഏറ്റവും ബെസ്റ്റ് നൽകാനും എൻകറേജ് ചെയ്യുന്നു. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കപ്പിൾ വിത്ത് ഫെയർ വേജ് പോളിസി തുടങ്ങിയ പ്രക്രിയകളിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. നാലാമത്തെ നേച്ചറാണ് പീപ്പിൾ ഓറിയൻറ്റഡ്. ഓർഗനൈസേഷന് നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പീപ്പിളിനെ അസൈൻ ചെയ്യുന്നു, കറക്റ്റ് ജോബിലേക്ക് അസൈൻ ചെയ്യുന്നു. അഞ്ചാമത്തെ നേച്ചറാണ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. എഫക്റ്റീവായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം അവർ നല്ല കഴിവുള്ള വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആറാമത്തെ നേച്ചർ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ്. എംപ്ലോയീസിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിനെയും ഡെവലപ്പ് ചെയ്യുന്നതാണ് HRM. ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ റിവാർഡ് സ്ട്രക്ചർ, അതുപോലെ തന്നെ അവർക്ക് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ്. ഏഴാമത്തെ നേച്ചറാണ് ഇൻ്റഗ്രേറ്റിംഗ് മെക്കാനിസം. HRM ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ലെവലിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രവർത്തിക്കുന്നു. എട്ടാമത്തെ നേച്ചറാണ് കോംപ്രിഹെൻസീവ് ഫങ്ഷൻ. HRM എല്ലാ ടൈപ്പ് പേഴ്സണലിനെ, എല്ലാ ടൈപ്പ് എംപ്ലോയീസിനെയും കവർ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ചെയ്യേണ്ട വർക്കുകൾ വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിലുള്ള വിവിധ തരം വർക്കുകൾ ചെയ്യുന്ന ആളുകളെ എഫക്റ്റീവായും എഫിഷ്യൻ്റായും യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഒമ്പതാമത്തെ നേച്ചറാണ് ഓക്സിലറി സർവീസ്. ഓപ്പറേറ്റിംഗ് മാനേജേഴ്സിൻ്റെ പേഴ്സണൽ വർക്ക് ചെയ്യാൻ HRM അവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഇൻ്റർ ഡിസിപ്ലിനറി ഫങ്ഷൻ. HRM ഒരു മൾട്ടി ഡിസിപ്ലിനറി ആക്ടിവിറ്റിയാണ്. HRMൽ സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, എക്കണോമിക്സ് മുതലായ ഒരുപാട് ഡിസിപ്ലിൻസ് അടങ്ങിയിട്ടുണ്ട്. അവസാനത്തെ നേച്ചറാണ് കണ്ടിന്യൂസ് ഫങ്ഷൻ. HRMൻ്റെ ഫങ്ഷൻ ഒരിക്കലും ഒരു തവണ കൊണ്ട് തീരില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് HRMൻ്റെ കോമ്പണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. HRMൻ്റെ ഏറ്റവും ആദ്യത്തെ കോമ്പണൻ്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനും എംപ്ലോയ്മെൻറ്റും എംപ്ലോയീസിൻ്റെ മോട്ടിവേഷനും അവരെ മാനേജ് ചെയ്യുന്നതും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഓർഗനൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ. HRMൻ്റെ രണ്ടാമത്തെ കോമ്പണൻ്റാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഡിമാൻഡും സപ്ലൈയും ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. ഓർഗനൈസേഷന് എത്ര എംപ്ലോയീസ് ആവശ്യമുണ്ട്, പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ഓർഗനൈസേഷന് ഏത് ടൈപ്പ് എംപ്ലോയീസാണ് ആവശ്യമുള്ളത്, അവരുടെ സ്കില്ലും കാര്യങ്ങളും തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. HRMൻ്റെ മൂന്നാമത്തെ കോമ്പണൻ്റാണ് ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം. എംപ്ലോയീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അപ്രൈസ്, പേ ആൻഡ് ലുക്ക് ആഫ്റ്റർ ദി ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽബീയിങ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകളാണ് ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കുറച്ച് പ്രോഗ്രാംസുകൾ നോക്കാം. റിക്രൂട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നേടുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ്. ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്. പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ഫോഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്ന പ്രോസസ്സാണ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്. അടുത്തതാണ് ട്രെയിനിങ് മാനേജ്മെൻറ്റ്. ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് സ്ട്രാറ്റജീസ് പ്രിപ്പയർ ചെയ്യുന്ന സിസ്റ്റമാണ് ട്രെയിനിങ് മാനേജ്മെൻറ്റ്. നാലാമത്തെ സിസ്റ്റമാണ് പെർഫോമൻസ് സിസ്റ്റം. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളും എംപ്ലോയീസ് ചെയ്യുന്ന വർക്കും ഒരേ രീതിയിലാണോ പോകുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അടുത്തതാണ് റിവാർഡ് മാനേജ്മെൻറ്റ്. എംപ്ലോയീസിന് റിവാർഡ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന മെത്തേഡാണ് റിവാർഡ് മാനേജ്മെൻറ്റ്. അടുത്തതാണ് കരിയർ മാനേജ്മെൻറ്റ്.
എംപ്ലോയീസിൻ്റെ കരിയർ പാത്ത് ചാർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് കരിയർ മാനേജ്മെൻറ്റ്. അടുത്തതാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ്. എംപ്ലോയീസിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് എൻവിയോൺമെൻറ്റ് സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ മാനേജ്മെൻറ്റിൽ പറയുന്നത്. 8ാമത്തെ പോയിൻ്റാണ് ഡിസിപ്ലിൻ മാനേജ്മെൻറ്റ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള എംപ്ലോയീസിൻ്റെ പോസിറ്റീവ് ബിഹേവിയറുമായി ബന്ധപ്പെട്ട സിസ്റ്റമാണ് ഡിസിപ്ലിൻ മാനേജ്മെൻറ്റ്. 9ാമത്തെ പോയിൻ്റാണ് കൾച്ചർ മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടതായിട്ടുള്ള വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, റിച്വൽസ് ആൻഡ് സാങ്ഷൻസുമായി ബന്ധപ്പെട്ട സിസ്റ്റമാണ് കൾച്ചർ മാനേജ്മെൻറ്റ്. HRMൻ്റെ 4ാമത്തെ കോമ്പണൻ്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. റാവോ എന്ന് പറയുന്ന വ്യക്തി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില വഴികളിലൂടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് സഹായിക്കപ്പെടുന്ന പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ആ വഴികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, എംപ്ലോയീസിൻ്റെ ഫ്യൂച്ചറിലെ അല്ലെങ്കിൽ പ്രസൻറ്റിലെ റോൾസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഴിവ് നേടിയെടുക്കലാണ് 1ാമത്തെ വഴി. 2ാമത്തെ വഴിയാണ് നിലവിലുള്ള അവരുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. 3ാമത്തെ വഴിയാണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു ടീം വർക്ക് ഉണ്ടാക്കിയെടുക്കുക മുതലായവ. എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോഗ്രാംസിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും ബെസ്റ്റായി യൂസ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പ്രൊഡക്ടിവിറ്റി ഡ്രൈവ് കണ്ടക്ട് ചെയ്യണം. മാൻ പവർ ബജറ്റിങ്ങും കൺട്രോൾ ടെക്നിക്സും ഇംപ്രൂവ് ചെയ്യണം. വർക്ക് മെഷർമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം തുടങ്ങിയ ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് റിലേഷൻഷിപ്സ്. ഇൻഡിവിജ്വൽസിനെ ട്രേഡ് യൂണിയൻസിൻ്റെ സ്റ്റാഫ്സായിട്ട് അതിൻ്റെ മെമ്പറായിട്ട് പരിഗണിക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് റിലേഷൻഷിപ്പ്. HRMൻ്റെ അടുത്ത കോമ്പോണൻ്റാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ റിക്രൂട്ട്മെൻറ്റിനും സെലക്ഷനും അവരുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനും എല്ലാം ആവശ്യമായി വന്നിട്ടുള്ള കോസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. HRMൻ്റെ അവസാനത്തെ കോമ്പണൻ്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്. ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ്റെ എഫക്റ്റീവ്നെസ് അസസ് ചെയ്യുന്ന പർപ്പസാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്.